എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. കോടതിയോട് സാവകാശം തേടാനാണ് സർക്കാർ നീക്കം. പ്രദേശവാസികളുമായുള്ള തുടർ ചർച്ചകൾക്ക് മന്ത്രി റോജി എം ജോണിന് ചുമതല. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPIMന്റെ തീരുമാനം. CPIM മനുഷ്യകവചം തീർക്കുമെന്ന് മുൻമന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഗണന നൽകണമെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും ബിന്ദു പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിട്ടില്ല എന്ന കാരണത്താലാണ് സുപ്രീം കോടതി വിധി അവർക്ക് എതിരായത്. മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇവർക്കുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ UDF ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറെ സമയം കഴിയുമ്പോൾ തന്നെ പോലീസിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു, വിചിത്രമായിരിക്കുന്നു. പ്രതിഷേധാർഹമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്തുണ്ടായത്. അഭിഭാഷക കമ്മീഷന് കച്ചവട താൽപര്യമാണെന്നും തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ കോടതി തയ്യാറാകണമെന്നും മുൻ MLA PV ശ്രീനിജൻ പറഞ്ഞു. അഡ്വക്കേറ്റ് കമ്മീഷൻ യഥാർത്ഥത്തിൽ പക്ഷപാതമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ കോടതി കാണേണ്ടതാണ്. ഈ പറയുന്ന ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം? അത് കച്ചവട താല്പര്യമാണ്, ലാൻഡ് മാഫിയ താല്പര്യമാണ്. ഈ സ്ഥലം ഇവർക്ക് തന്നെ കൊടുക്കണമെന്നായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാട്. ഇപ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ അത്തരം നീക്കമുണ്ടെങ്കിൽ ഈ ആളുകൾ ഇവിടെ താമസിപ്പിക്കുകയും ഇതിൻ്റെ ശങ്കരൻ നായർക്ക് വേണമെങ്കിൽ വേറെ സ്ഥലം സർക്കാർ കണ്ടെത്തി കൊടുക്കട്ടെ. അത് സർക്കാർ തയ്യാറാവണമെന്ന് പറയട്ടെ. ഹാൻസ് ജോൺ ചേരിക്കാണ്. ഹാൻസ്, എന്തായാലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ മാറാനുള്ള ഒരു നീക്കമാണ്. കാരണം ഇടതുപക്ഷം ഇപ്പോൾ അധികാരത്തിൽ നിന്ന് മാറി ആ ആളുകൾക്ക് ഒപ്പം ഒരു സമരത്തിലേക്ക് CPIM കടക്കുകയാണ്. വലിയ സമരം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. എന്തായാലും കോടതിയോട് സാവകാശം തേടി ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനാണ് UDFന്റെ നീക്കം. അതെ രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഈ കുടുംബങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് CPIM ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കുടിയൊഴിപ്പിക്കുന്നതിനായി പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ വലിയ പ്രതിരോധമാണ് CPIMന്റെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ തന്നെ അടിയന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷമാണ് കോടതിയിൽ നിന്ന് സാവകാശം തേടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണ് എന്ന് കോടതിയെ വിശദീകരിക്കും. അതിനുശേഷം കോടതി എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അതിനനുസരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രദേശവാസികളുമായി ചർച്ച ചെയ്യുന്നതിന് എറണാകുളത്ത് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള റോജി എം ജോണിനെ നിയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി BD സതീശനാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ റോജി എം ജോണിനെ നിയോഗിച്ചത്. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഭരണത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു രീതിയിലുള്ള കുടിയൊഴിപ്പിക്കൽ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക്, രാജ്യത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റ് വ്യവഹാരങ്ങൾ നടക്കുന്നത് കോടതിയിലൂടെ ആയിരിക്കും. കാരണം കോടതി ഇതിനോടകം തന്നെ നാളെക്കുള്ളിൽ തന്നെ ഇവരെല്ലാവരും ഈ 7 കുടുംബങ്ങളെയും ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായി കോടതിയെ വിവരങ്ങൾ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. രുചീഷ്.